ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുറച്ച് നട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ 4 പേരായതുകൊണ്ട് തന്നെ ഞാൻ എല്ലായിടത്തും 4 പേർക്കുമായിട്ട് ഡിവൈഡൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് കേട്ടോ ശരിക്കും ഈ ഒരു മുട്ടായി അതിനകത്ത് ഇരിക്കുന്നത് കാണുന്നത്. ഇത് കുറച്ച് നാളുകൊണ്ട് ഇവിടെ ഇരുന്നതാണ്. ഇങ്ങനെ കറണ്ടും കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ അലിഞ്ഞു നോക്കി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അത് നല്ലപോലെ തണുക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ട് ഇങ്ങനത്തെ ഒരു പരുവത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇളക്കി എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഇങ്ങനെ കുറച്ച് അലിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ തണുപ്പൊക്കെ ആയിട്ട് നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് എടുത്ത് ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ മുറ്റത്തുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറച്ച് നേരം ഞാനിങ്ങനെ ടി വിയും കണ്ടുകൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇത് അമ്മ വെച്ചതുകൊണ്ട് ഞാനിങ്ങനെ ടി വി കണ്ടത്, അല്ലാതെ ഞാനങ്ങനെ ടി വി കാണുന്ന ഒരാളല്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ടി വിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്ന സമയത്ത് ഞാൻ 2 ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1:30 ആയപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ വിശന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് തോരനും മീൻകറിയും മോരുമായിരുന്നു കേട്ടോ ഉള്ളത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഹണി വീട്ടിനകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവനിടയ്ക്ക് ഇങ്ങനെ അകത്തോട്ട് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ കുറേ നേരം ഇങ്ങനെ കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ നേരെ എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത്രയും 1.5-2 വർഷമായ ആളിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ വെള്ളത്തിനോടുള്ള പേടിയും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. എപ്പോൾ കുളിപ്പിക്കാൻ വിളിച്ചാലും ഭയങ്കര വെള്ളം, അല്ലെങ്കിൽ ആൾ ഭയങ്കര സൈലൻറ്റാണ്, പക്ഷെ കുളിപ്പിക്കാൻ നേരത്ത് ഭയങ്കര കുരുത്തക്കേടാണ്. വെറുതെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരന് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ, പക്ഷെ കുളിപ്പിക്കുന്ന സമയത്ത് അതൊക്കെ എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു ടൈമിൽ ഞാൻ തേങ്ങ പൊതിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇതെൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ പൊതിച്ച് വെച്ചിട്ട് അത് കോടാലിയിട്ട് വെട്ടി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരെ തന്നെ കുളിച്ച് നനച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയും നമ്മൾ രാവിലെ തൊട്ട് കഴിച്ചുകൊണ്ടിരുന്ന ബിസ്ക്കറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ ബിസ്ക്കറ്റും ചായയൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ തന്നെ സിറ്റ് ഔട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഇവിടെ നിൽപ്പുണ്ട്, പകുതി ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ഫുള്ളായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കൂട്ടിക്കൊണ്ടിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് കമ്മലും മാലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് പോകാമെന്ന് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ നേരെ തന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലാണെങ്കിൽ കുറച്ച് പയറും അതേപോലെ തന്നെ പാവലും കൂടെ എല്ലാം ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ കിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പിഴുത് നടാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ കാട് പോലെ അത് വളർന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പിഴുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒടിഞ്ഞോ അങ്ങനെ പൊട്ടിയൊക്കെ പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒതുക്കി കുറച്ചൊക്കെ ഇങ്ങനെ നേരെ ആക്കിയിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചെറിയൊരു പയറൊക്കെ കിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ദൈവന് ഇങ്ങനെ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി കൂട്ടിക്കൊണ്ടിട്ട് വേണം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഇങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ അഴിച്ചു വിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാഴ്ചകൾ കാണാനും കിളികളെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കടയിലും കാര്യങ്ങളൊക്കെ പോയിട്ട് നൈറ്റ് ആയപ്പോഴാണ് കേട്ടോ വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ഈ ഒരു മത്തങ്ങയുടെ ഈ കുരു ഉണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സാധനങ്ങളെല്ലാം നമുക്കാണെങ്കിൽ കുറച്ച് കവറിലോട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ ഇതാണ് കേട്ടോ അച്ഛനും അമ്മയും. അവർ രണ്ടുപേരും വൈകിട്ടത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ചെറിയ ചെറിയ കവറിലായിട്ട് ഓരോന്നാക്കി സെപ്പറേറ്റ് ആക്കിയിട്ട് കെട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മ ഈ കറിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതും കൂടെ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഫുഡൊക്കെ വിളമ്പിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരാൾ ഇവിടുത്തെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് രാത്രിയാണ് നമ്മൾ അയച്ചിരുന്നത്, ആ ഒരു ടൈമിലാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ഹണിക്കുഞ്ഞിന് നമ്മൾ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. രാത്രിയായില്ലേ, അപ്പോൾ അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നിട്ട് നമ്മുടെ ടോമിനാണ് കേട്ടോ ഫുഡ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ കഥമൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ കിടന്നപ്പോഴാണ് ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പം ഞാൻ ജനൽ തുറന്നിട്ട് ഈ ഒരു ചെരുപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഈ ഒരു വെള്ള ചെരുപ്പിന് ഞാൻ ഇച്ചിരി കളർ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചെരുപ്പെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു വെള്ളയും ഇത്രയും മിനുക്കും ആയതുകൊണ്ട് അത് ഇടാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 നട്ട്സും ഒക്കെ എടുത്ത് കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനത്തെ ഒരു ഡൈ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഡൈ തേച്ചാൽ എത്രത്തോളം ആ ഒരു ചെരുപ്പ് കളറാവുമെന്ന് എനിക്കറിയത്തില്ല, ശരിക്കും വല്ല മണ്ടത്തരമാണോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വെള്ളം എടുത്തിട്ട് ഇത് ഞങ്ങൾ അച്ഛൻ ഡൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതാണ് കേട്ടോ. അത് വെച്ച് ഞാൻ നന്നായിട്ട് ഡൈ ചെയ്ത് ഈ ചെരുപ്പ് ഇങ്ങനെ ഡൈ ആക്കി വെച്ചിട്ടുണ്ട്.
നല്ലോണം ഇരുന്നിട്ട് ചെരുപ്പ് ഈ ഒരു രീതിയിലാക്കിയത് നാളെ രാവിലെ അമ്മ കാണുമ്പോഴത്തേക്ക് എനിക്ക് നല്ലപോലെ അടിയോ എന്തെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. നല്ലപോലെ ഞാൻ കുളമാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഉറങ്ങാൻ പോവാണ് കേട്ടോ. സമയം ഒത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.